നാട്ടിൽ നിന്നും ഇതാ വരുന്നു പതാകജാഥ ആദർശത്തിൻ ബലിപീഠത്തിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങളുയർത്തിയ കാവി പൊൻകൊടി ഒരു പടി മുകളിൽ ഉയർത്തിക്കെട്ടി ഞങ്ങളെ വിളിക്കുകയാണ് വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ 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 മാതരം വന്ദേ മാതരം ഇവിടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് നടക്കുന്ന പതാകജാഥയുടെയും കൊടിമരജാഥയുടെയും സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അവരെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ മാക്കൂൽ പീടികയിൽ സ്വർഗീയ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മയിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ള പതാക ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി KP അരുണിൻ്റെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് നരാധവന്മാർ കൊലക്കത്തിക്കിരയാക്കിയിട്ടുള്ള ശ്രീകാര്യപത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥ യുവമോർച്ചയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ചന്ദ്രന്റെ നേതൃത്വത്തിലും ഇടത് ജിഹാദി ഭീകരവാദികളുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ള 51 ധീര ബലിദാനികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ബലിദാൻ ജ്യോതി യാത്രയും വളരെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സമ്മേളനവുമായി ബന്ധപ്പെട്ടും ആനുകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവും ആമുഖ പ്രാസംഗികനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു കഴിഞ്ഞു. സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളേവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്ഘാടന പ്രാസംഗികയായിട്ടുള്ള ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആദരപൂർവം ഈ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത യുവ ലീഡർ ശ്രീമൻ പ്രകാശ് ബാബു നയിച്ച ഒരു യാത്ര, ആ യാത്രയെ നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. തൃശ്ശൂരിലെ നമുക്കേവർക്കും വേദന ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കണമെന്നും മുന്നോട്ടു പോകണമെന്നും ആഗ്രഹിച്ചവരെ അവരുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്
അവരെ വെട്ടിക്കീറി കൊലപ്പെടുത്തി ബലിദാനികളാക്കിയപ്പോൾ അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും ആ യാത്രയുടെ ഉപലീഡറുമായിട്ടുള്ള ശ്രീമാൻ രനീഷും ചേർന്ന് ബലിദാനികളുടെ ഓർമ്മകളെ നെഞ്ചേറ്റിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, സംഘപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന ബഹുമാന്യനായിട്ടുള്ള സ്വർഗീയനായ രാജേഷിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ രഞ്ജിത് ചന്ദ്രനും ശ്രീ അനിൽ രവീന്ദ്രനും ചേർന്ന് ബലിദാനികളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ വേദിയിലുണ്ടായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന ലീഡർ, ആരാധനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പാർട്ടിയുടെ ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാരുടെ കൈപിടിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബലിദാനികളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തിക്ക് മുന്നിൽ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്വർഗീയനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനത്തിന്റെ സ്മൃതികൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടാണ് യുവമോർച്ചയുടെ ലീഡർ ശ്രീമാൻ അരുൺ മാസ്റ്ററും ബബീഷും ചേർന്ന് അമ്മ കൗസല്യാമ്മയുടെ ഉൾത്തുടുപ്പുകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ശ്രീമാൻ KT ജയകൃഷ്ണൻ മാസ്റ്റർ നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന ലീഡർ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് അന്ന് യുവമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആ നാളുകളിൽ യുവമോർച്ചയുടെ ലീഡറായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്റർക്ക് അറിയാമായിരുന്നു, കണ്ണൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറി താമസിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ മാസ്റ്ററുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ബോധ്യമുണ്ടായിട്ടും ഒരു ഇഞ്ച് പോലും പിറകോട്ടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ബലിദാനികളുടെ കൂട്ടത്തില് സ്വർഗീയനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്റർക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. ഓരോ യുവമോർച്ചയുടെ പരിപാടിയിലും പങ്കെടുക്കാൻ മാസ്റ്റർ വന്ന് തിരിച്ചു പോകുമ്പോ മാസ്റ്റർ പറയും, അടുത്ത മീറ്റിംഗിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് എത്രയോ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. അപ്പൊ മാസ്റ്ററോട് ഞങ്ങളെല്ലാം പറഞ്ഞു, മാസ്റ്റർക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറി താമസിക്കാമോ? ഒരു സഹോദര സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത്, ഈ കോടിയേരി ബാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടുത്താത്ത പിണറായി വിജയന്റെ പാർട്ടിയെയും ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയിട്ടുള്ള ഒരൊറ്റ സംഘപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനും കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ജയകൃഷ്ണൻ മാസ്റ്റർ അന്നെല്ലാം സമ്മതിച്ചത്. പക്ഷേ പിഞ്ചു കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തി കളഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് യുവമോർച്ച എത്തി നിൽക്കുന്നത്, യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് നമ്മുടെ തൃശ്ശൂർപേരൂരിന്റെ മണ്ണിൽ നിലനിൽക്കുമ്പോ അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം പറയാൻ സാധിക്കും. ഭാരതം അറിയപ്പെടുന്നത്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അറിയപ്പെടുന്നത്, ഭാരതത്തിന്റെ വീറുറ്റ പോരാട്ടങ്ങൾ അറിയപ്പെടുന്നത് വീരന്മാരായിട്ടുള്ള ബലിദാനികളുടെ ജീവത്യാഗം കൊണ്ടാണ് എന്ന് ചരിത്രം രേഖപ്പെട്ട ഈ രാജ്യത്തിന്റെ ഉത്തമമായിട്ടുള്ള
ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോ ആ വാക്കുകൾ വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്തിന്റെ ചരിത്രത്തെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീരനായിട്ടുള്ള ബലിദാനി കിടന്ന ജയിലഴികൾക്കകത്തേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നു പോകുന്ന ഒരു ദൃശ്യം എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. നമ്മൾ ആ ദൃശ്യം കണ്ടത് ഇന്നത്തെ ആധുനിക ടെക്നോളജിയിലൂടെയാണ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് മറ്റാരുമായിരുന്നില്ല, വിപ്ലവത്തിന്റെ രാജകുമാരൻ. രാഷ്ട്രസ്നേഹത്തിന്റെ കടലുകൾ മനുഷ്യ മനസ്സുകളിലേക്ക് സമ്മതിച്ചു കൊടുത്ത ആ വിപ്ലവത്തിന്റെ രാജകുമാരൻ വീരനായിട്ടുള്ള സവർക്കറായിരുന്നു എന്നുള്ളത് ആ സവർക്കറുടെ ജയിലഴികൾക്കകത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കടന്നു ചെന്ന് അദ്ദേഹം ആ മണ്ണിൽ കൈ സ്പർശിച്ച് ഭൂമിദേവിയെ സ്പർശിച്ച് നമസ്കരിച്ച് ആ മുറിക്കകത്തിരുന്നു കൊണ്ട് ആ വീരനായിട്ടുള്ള ബലിദാനിയുടെ ഓർമ്മയെ ഹൃദയത്തിലേക്ക് നെഞ്ചേറ്റുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, യുവമോർച്ചയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആ സമ്മേളന നഗരിയിൽ 27-ാം തീയതി എത്തിച്ചേരുമ്പോ യുവമോർച്ചയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും, ഈ പ്രസ്ഥാനം എന്നുള്ളത്, ഈ സംഘപരിവാർ പ്രസ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഉരുക്കുമുഷ്ടിക്ക് മുൻപിലോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഭയപ്പെടുത്തലിന് മുന്നിലോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ യൂദാസിനെ പോലെ കിലുക്കി എറിയുന്ന നാണയത്തുട്ടുകൾക്ക് മുന്നിലോ തലകുനിക്കുന്നവരുടെ പ്രസ്ഥാനമല്ല. ഇത് ആത്മാഭിമാനികളുടെ പ്രസ്ഥാനമാണ്. ഇത് തങ്കലിപികളാൽ ചരിത്രം രചിച്ചിട്ടുള്ള സ്വർഗീയനായ ജയകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ മണലൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഞാനും നിങ്ങളും നെഞ്ചേറ്റിയിട്ടുള്ള വീരന്മാരായിട്ടുള്ള തൃശ്ശൂർ പേരൂരിലെ ബലിദാനികളുടെ അവരുടെ ഓർമ്മകളെ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ വിപ്ലവാങ്കിത പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിപ്ലവം എന്ന് കേൾക്കുമ്പോ ഒരുപക്ഷെ ഇന്ന് മാധ്യമ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ അവര് ചോദിക്കാറുണ്ട്, വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് അവരുടെ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് സത്യസന്ധതയുടെ ജിഹ്വയാണ്. വളരെ സത്യസന്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്, ആരാണ് യഥാർത്ഥ വിപ്ലവകാരി? വിപ്ലവം എന്നുള്ളത് ഇതാ ചരിത്രത്തിന്റെ ആളുകൾ മറിച്ചു നോക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ്, വിപ്ലവം എന്നുള്ളത് ജനാധിപത്യത്തെ നെഞ്ചേറ്റലാണ്. വിപ്ലവം എന്നുള്ളത് പാവപ്പെട്ടവരെയും പണക്കാരനെയും അവർക്കിടയിലുള്ള ചേരിതിരിവുകൾ ഇല്ലായ്മ ചെയ്യലാണ്. വിപ്ലവം എന്നുള്ളത് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിന്റെ മുന്നില് പിച്ചച്ചട്ടിയുമായി നിന്ന കാലഘട്ടത്തിൽ നിന്ന് ഭാരതം എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അമ്മയെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയുടെ പാതയിലേക്ക് എത്തിക്കലാണ്. വിപ്ലവം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഈ ഭാരതം എന്ന് പറയുന്ന നാട് അത് കർഷകരുടെ ഭൂമിയാണ്. കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നത്തിന് വില കൊടുക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു നേതാവിന് ഈ രാജ്യത്തെ കർഷകരുടെ കണ്ണീരൊപ്പാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടം ഈ സമൂഹത്തിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ സ്വാമിനാഥൻ സ്വപ്നം കണ്ട കർഷകരുടെ ജീവിതത്തെ നെഞ്ചേറ്റിക്കൊണ്ട് അവരുടെ ഉൾത്തുടിപ്പിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് കാർഷിക മേഖലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില കൊടുത്തുകൊണ്ട് ആ കർഷകരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഒരു ചായക്കച്ചവടക്കാരന്റെ മകൻ ഭരിക്കുന്ന ഭാരതത്തിനകത്ത് ഇന്ന് വിപ്ലവം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വിപ്ലവകരമായ മാറ്റങ്ങൾ ലോകം ചർച്ച ചെയ്യുന്നു. ആ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ നേരത്തെ ശ്രീമാൻ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ വിപ്ലവകരമായ മാറ്റങ്ങൾക്കകത്ത് ഡിമോണിറ്റൈസേഷൻ ഉണ്ട്. ആ വിപ്ലവകരമായ മാറ്റങ്ങൾക്കകത്ത് രാജ്യദ്രോഹികൾക്കെതിരെ ദേശാഭിമാനികൾ നമ്മുടെ അതിർത്തി സംരക്ഷിച്ചുകൊണ്ട് അതിർത്തിയിൽ കാവൽ നിന്നുകൊണ്ട് ഈ ഭാരതാംബയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ വിപ്ലവം എന്ന് പറയുമ്പോ അവിടെയാണ് 55% വരുന്ന ഗ്രാമങ്ങളിലെ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വെളിക്കിരിക്കാൻ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദി തന്റെ വലതുകാൽ വെച്ച് ആ പാർലമെന്റിനകത്ത് കയറിയപ്പോ ആദ്യത്തെ പ്രഭാഷണത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർച്ചാലുകൾ തുടച്ചു കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട്, ഈ ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ സേവകനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ
ആ പ്രൈം മിനിസ്റ്റർ രാജ്യവ്യാപകമായി വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ പെൺകുട്ടികൾക്ക് വെളിക്കിരിക്കാൻ, അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ എനിക്ക് പദ്ധതികൾ കൊണ്ടുവരണം. രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നു, ഇവിടുത്തെ യുവാക്കൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ യുവാക്കൾക്ക് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അദ്ദേഹം പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന യുവമോർച്ചയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ഓരോ യുവമോർച്ചയുടെ പ്രവർത്തകരും, ഓരോ യുവമോർച്ചയുടെ പ്രവർത്തകയും, ഓരോ നേതാവും ഈ കേരളത്തിൽ ഇന്ന് സമ്മതിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡിവൈഎഫ്ഐക്കാരന് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ ഈ വേദിക്കകത്ത് എത്രയോ ആളുകൾക്ക്, എത്രയോ സഹോദരന്മാർക്ക് അവർ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ ജയിലിൽ കിടന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മാർഗരേഖയിലൂടെ മുന്നോട്ട് പോവുകയും അവർക്കൊരു ഹാരാർപ്പണം നടത്തുമ്പോ അത് കണ്ട്, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ അവരെ ഈശ്വര തുല്യമായിട്ട് പരിഗണിക്കുമ്പോ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വന്നു. ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകർ, യുവമോർച്ചയുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാർ, സഹോദരി ഉൾപ്പെടെയുള്ള ഈ വേദിക്കകത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഇവരെല്ലാം പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളെ അതിജീവിച്ചുകൊണ്ട് അവർ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ രാജ്യം ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്നത് ഒരു വലിയ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ വക്കിലാണ്. ആ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ന് രാജ്യത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസുകാരനും നേരത്തെ സൂചിപ്പിച്ച മാർക്സിസ്റ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. അവിടെ ലല്ലുവും മുലായം സിംഗും മായാവതിയും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ള അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള സർവത്ര ബിജെപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവർ, അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നത്തെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികളെ, അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ കൈപിടിച്ച് രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോയ ചരിത്രത്തെ, ആ ചരിത്രത്തെ ആവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ചർച്ചയിലും ചിന്തയിലുമാണവർ. പക്ഷെ നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും, ഈ രാഷ്ട്രം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ വീറുട്ട പോരാട്ടം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാൻ പോകുന്ന നാളുകളിൽ ഈ ജനാധിപത്യത്തെ കവർന്നെടുക്കാൻ ആധുനിക രാവണന്റെ വേഷം പൂണ്ടുകൊണ്ടാണ് ഈ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മായാവതിയും മമതയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. അവർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, മറുഭാഗത്ത് ആ രാവണനായി രാവണന്റെ വേഷം മാറിക്കൊണ്ട് രാവണൻ, ഓർമ്മയില്ലേ ആ സംഭവം? സീതാദേവിയെ അപഹരിച്ചെടുക്കാൻ വേണ്ടി രാവണൻ വേഷം മാറി വരികയും ആ രാവണനെ കണ്ട് സീതാദേവി രാവണന്, ഒരുപക്ഷെ ആ രാവണന്, ഭിക്ഷാന്തേഹിയായിട്ടുള്ള രാവണന് ഭിക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്നാണ് ഗതി മാറുന്നത്. രാവണൻ അവിടെ സീതാദേവിയെ കവർന്നെടുത്തുവെങ്കിൽ ആധുനിക രാവണനായി ഇന്ന് രാജ്യത്ത് മാറിയിരിക്കുന്നത് ഭാവപ്പകർച്ചയിലൂടെ, വേഷപ്പകർച്ചയിലൂടെ, സത്യസന്ധതയെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സഹോദരിയും കുടുംബവും അവര് ഗാന്ധി കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നതെങ്കിൽ സുരഭിലയും സുന്ദരിയുമാക്കി നമ്മുടെ ഈ ഭാരതത്തെ ഒരു ചായ കച്ചവടക്കാരന്റെ മകൻ ഭരിച്ച് 57% വരുന്ന ഗ്രാമങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കി കൊടുത്ത്, ഒരിക്കൽ പോലും ബാങ്ക് എന്താണ് എന്നറിയാത്ത കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് ബാങ്കിംഗ് സെക്ടറിലേക്ക് അവരെ കൈപിടിച്ചുയർത്തി, യുവാക്കൾക്ക് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും കൊണ്ടുവന്ന് ഇന്ന് ലോകത്തെ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഉള്ള ഒരു നാടാക്കി ഈ ഭാരതത്തെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം വിജയം നേടുമ്പോ
ആധുനിക രാവണൻ ജനാധിപത്യം എന്ന് പറയുന്ന സീതാദേവിയെ അപഹരിച്ചെടുക്കാൻ ഈ ആധുനിക സീതാദേവി നമ്മുടെ ഭാരതാംബയാണ്. ഈ ഭാരതാംബയുടെ പൊന്നോമന പുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സുരഭിലയും സുന്ദരിയും പൂജ്യമായി മാറിയിട്ടുള്ള ഈ ഭാരതത്തെ, നമ്മുടെ ഭാരതാംബ എന്ന് പറയുന്ന സീതാദേവിയെ അപഹരിച്ചെടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രതിയോഗികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനാധിപത്യ ധ്വംസനത്തിന് വേണ്ടി കടന്നു വരുമ്പോ ഈ കേരളത്തിന്റെ നഭോമണ്ഡലത്തില് യുവമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ വിരാട് രൂപം അത് 27-ാം തീയതി നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ യുവ സമ്മേളനത്തിന് ഈ തൃശ്ശൂർ ജില്ല സാക്ഷ്യം വഹിക്കുമ്പോ പ്രകാശ് ബാബുവിന്റെ പിറകിൽ നിന്നുകൊണ്ട് യുവമോർച്ചയുടെ പ്രഭാരി ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ MT രമേശ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ വലിയ സമ്മേളനം, അത് ഈ തൃശ്ശൂർ മണ്ണിൽ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വരുമ്പോ ആ സമ്മേളനത്തെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുമ്പോ ഓരോ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകന്മാർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ മറ്റൊന്നുമല്ല, ആ പ്രതിജ്ഞ ആധുനിക രാവണൻ കെട്ടിയൊരുങ്ങി പുറപ്പെട്ട് ജനാധിപത്യമാകുന്ന സീതാദേവിയെ അപഹരിച്ചെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ധാർമ്മിക യുദ്ധമുണ്ടാകും. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആ ധാർമ്മികമായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനത്തിന് ഇന്ത്യയെ സ്നേഹിക്കുന്ന, നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനത നേതൃത്വം കൊടുക്കുമെന്നതിന്റെ സൂചനയാണ്. നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ 70% വരുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു ഭാവി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ആകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം, ഈ രാജ്യത്ത് ആ പാവപ്പെട്ടവൻ അധികാരത്തിൽ വന്നപ്പോ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ, ആ സാധാരണക്കാരൻ അധികാരത്തിൽ വരുമ്പോ ഏതാണ്ട് 2009 1,21,082 കോടി രൂപയായിരുന്നു കാർഷിക മേഖലയ്ക്ക് വേണ്ടി മുൻകാല ഗവൺമെന്റുകൾ മാറ്റിവെച്ചതെങ്കിൽ, കഴിഞ്ഞ ഗവൺമെന്റ് മാറ്റിവെച്ചതെങ്കിൽ പാവപ്പെട്ടവന്റെ മകൻ, ഇവരൊക്കെ അദാനിയുടെയും അംബാനിയുടെയും കൂട്ടുകാരൻ എന്ന് വിളിക്കുന്ന, എന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയുമായി ഒരു സന്യാസിയെ പോലെ ഞാൻ എന്റെ കാലഘട്ടം കഴിഞ്ഞാൽ, എന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ഞാൻ നടന്ന് പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമെന്ന് നോർത്ത് ഇന്ത്യയുടെ തെരുവീതിയില് അമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ സമ്മേളനത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സന്യാസിയെ പോലെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ലോകവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മോദിജി എന്ന് പറയുന്ന പാവപ്പെട്ടവരുടെ നേതാവ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ, അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞു, ഞാൻ ഈ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നോക്കൂ, 2,11,694 കോടി രൂപ ഈ കർഷകർക്ക് വേണ്ടി പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ അഗ്രികൾച്ചർ മേഖലയില് ഏതാണ്ട് 2000 കോടി വരുന്ന തുക അത് മാറ്റിവെച്ചത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് വേണ്ടിയാണ്. ഗുരുവായൂരിൽ ഒരു കർഷകന്റെ കയ്യില് കാർഷികോൽപ്പന്നമുണ്ടെങ്കിൽ അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു റോഡില്ലെങ്കിൽ ആ കർഷകനെ യാത്ര ചെയ്ത് തന്റെ ഉൽപ്പന്നം കൊണ്ടുവന്ന് ന്യായമായ വിലക്ക് ഇവിടെ വിറ്റ് തിരിച്ചു പോകാൻ സാധ്യമല്ല. കേരളത്തിലെ സ്ഥിതി പോലുമല്ല പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ സാഹചര്യമല്ല പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും. ഇത് BJP ഉണ്ടാക്കിയതല്ല. പതിറ്റാണ്ടുകളായി രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ജവഹർലാൽ നെഹ്റു മുതൽ ഉള്ളവർ ഇങ്ങോട്ടുള്ളവർ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയപ്പോ കർഷകന്റെ ഉൽപ്പന്നത്തിന് വിലയില്ല, അവന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അവന്റെ കുട്ടിക്ക് പഠിക്കാൻ വിദ്യാലയമില്ല, അവന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ ബാങ്ക് എന്താണെന്ന് അറിയില്ല, അവർക്ക് പദ്ധതികളില്ല, അവർക്ക് യാതൊന്നുമില്ല. അവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുകയായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ സാർവത്രികമായ മേഖലയെയും ഉന്നമനത്തിന്റെ മാർഗരേഖയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. യുവമോർച്ചയുടെ സമ്മേളനത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആ വേദിയിൽ പ്രസംഗിക്കുമ്പോ
ഞങ്ങൾക്കുറപ്പുണ്ട് ഈ വേദിക്കകത്തിരിക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ഉൾപ്പെടെയുള്ള സർവത്ര നേതാക്കന്മാരും ഞങ്ങളൊരു പ്രതിജ്ഞയെടുക്കും. കേരളത്തിൽ നിന്ന് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ ഇടത്തെ കൈപ്പൊക്കാൻ ഒരു മാർക്സിസ്റ്റുകാരനും ഒരു പാർലമെന്റിൽ നിന്നും ജയിച്ച് അങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടെടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? അവർ വോട്ട് ചോദിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചോദിച്ച് ജയിച്ച് അങ്ങോട്ടേക്ക് പോയി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊന്നു തമ്പുരാനെ നേതാവായി വാഴിക്കാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഈ രണ്ടുമല്ലാത്ത ധർമ്മമില്ലാത്ത കളിയുണ്ടല്ലോ, ആ കളി കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിന് യുവമോർച്ച ഭാവി കേരളത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ദേശീയ നേതൃത്വം പറയുന്നു, അടുത്തു വരാൻ പോകുന്ന നാളുകളിൽ മേരാ പരിവാർ BJP പരിവാർ, ആ മുദ്രാവാക്യം ഞാനും നിങ്ങളും നെഞ്ചേറ്റുകയാണ്. എന്റെ കുടുംബം BJP കുടുംബം. ഇന്ത്യയെ ഇത്രയും നാൾ സംരക്ഷിച്ച് കാത്തു നിർത്തി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ആ പട്ടാളക്കാരന്റെ ആത്മാഭിമാനത്തെ വർദ്ധിപ്പിച്ച ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് ചരൈവേദി എന്നുള്ള രീതിയിൽ ഓരോ പദങ്ങളും വെക്കുന്ന സമയത്ത് ആ പദനിസ്വരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി ജീവിക്കുന്ന സർവത്ര ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെയും അവരുടെ ആശീർവാദങ്ങൾ അദ്ദേഹത്തിന്റെ ശിരസിൽ അർപ്പിക്കുമ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അത് ഭാവി ഭാരതത്തിൽ ദുബാര മോദി ശാസൻ, ഈ രാജ്യത്തിനകത്ത് ദുബാര മോദി ഗവൺമെന്റ് എന്നുള്ള ആ ദേശീയ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെ വാക്കുകൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് നേരത്തെ പറയാൻ വിട്ടുപോയി. അദ്ദേഹം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. യുവമോർച്ചയുടെ അഖിലേന്ത്യാ ലീഡർ ശ്രീമാൻ മുരുകാനന്ദനാണ്. മുരുകാനന്ദന്റെ സംസ്ഥാനത്ത് അവിടുത്തെ രാഷ്ട്രീയ പ്രതിയോഗികളെ വിറളി പിടിപ്പിച്ചുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ പോലും അറിയാതെ ഒരു വലിയ സഖ്യത്തിന്റെ രൂപകൽപ്പന ആ തമിഴ്നാടിന്റെ മണ്ണിൽ നടക്കുകയാണ്. ആ വലിയ സഖ്യത്തിന്റെ രൂപകൽപ്പന നടക്കുമ്പോ ആ സഖ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാണക്യനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷായെ കാണാനും ചർച്ച ചെയ്യാനും തമിഴ്നാട്ടിലെ 6-ലധികം വരുന്ന വലിയ നേതാക്കന്മാർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത എനിക്ക് മുരുകാനന്ദനും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോ അത് വിജയത്തിന്റെ മുന്നോടിയായിട്ട് മാറും. ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ബലിദാനികളുടെ ഓർമ്മയുമായി നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരുപാട് ബലിദാനികളെ വീണ്ടും സൃഷ്ടിക്കാൻ കേരളത്തിന്റെ ആധുനിക കേരളത്തിലെ ഹിരണ്യകശിപു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം പണ്ട് അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങളുടെ പോലും മുഖമടച്ചുകൊണ്ട് മാധ്യമങ്ങളെ കൊണ്ടുപോലും ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്ത ആ തീരുമാനത്തിന്റെ മറുപുറമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളൊക്കെ പ്രതികളാണ്. പ്രകാശ് ബാബുവും ഞാനും ഉൾപ്പെടെയുള്ള ഈ വേദിക്കകത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവരും പ്രതികളാണ്. ഞങ്ങളൊക്കെ പ്രതികളായത് ഒരുപക്ഷെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തികളെ കൊല്ലാറുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരുപാട് ആളുകളെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്നും ആ വാടിക്കലിൽ കണ്ണൂർ ജില്ലയില് ദുഃഖാർത്തിയായി കഴിയുകയാണ്. ആ അമ്മയെ കാണാൻ പോയപ്പോ ആ അമ്മ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല പിണറായി വിജയനെ. നോക്കൂ, ആ അമ്മ പറഞ്ഞു, പിണറായി വിജയന്റെ ചെറുപ്പത്തില് ആ ചോര തലയ്ക്കുന്ന പ്രായത്തില് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിക്കാൻ അവരുടെ പാർട്ടി തീരുമാനമെടുത്തപ്പോ ആദ്യത്തെ കൊലപാതകം നടത്താൻ ആര് പോകുമെന്നുള്ള ചർച്ച ആ കണ്ണൂർ ജില്ലയിൽ തുടങ്ങുമ്പോ നിങ്ങൾക്കറിയുമോ, വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി ഉണ്ടായിരുന്നു അവിടെ കണ്ണൂർ ജില്ലയില് വാടിക്കലിൽ. ആ രാമകൃഷ്ണൻ ഒരു തെറ്റു മാത്രമേ ചെയ്തുള്ളൂ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ അത് തെറ്റല്ല. നമ്മുടെ ഭാഷയിൽ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നാഡീമിടിപ്പ്. നമ്മുടെ ഭാഷയിൽ അതാണ് ഈ രാഷ്ട്രത്തിന്റെ ചിതി, ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ്.
രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സംഘശാഖയിൽ പ്രവർത്തിച്ചു, ശാഖയിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ വാടിക്കൽ രാമകൃഷ്ണനെ വിവാഹം കഴിഞ്ഞ് 6 മാസം പോലും തികയുന്നതിന് മുൻപ് കൊലപ്പെടുത്തണമെന്ന് തീരുമാനമെടുത്ത് ആ പാവം വാടിക്കൽ രാമകൃഷ്ണന് താക്കീത് കൊടുക്കുമ്പോ ആര് ഈ കൊലപാതകം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അറപ്പ് തീർന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഈ കൊലപാതകം ചെയ്തു തരാം. അതാരാണെന്നറിയുമോ? ഇന്ന് സുഖകരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മനുഷ്യത്വമില്ലാത്ത, ധർമ്മമില്ലാത്ത, അവിവേകിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യത്തെ ബലിദാനിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിച്ചതെങ്കിൽ നോക്കൂ, അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബലിദാനികളുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അവരെ ഞങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ മാർഗരേഖയിൽ തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ പിണറായി വിജയ, കോടിയേരി, ഞങ്ങളുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾക്ക് മായ്ക്കാൻ സാധിക്കാത്ത ഒരു കണക്ക് പുസ്തകമുണ്ട്. ആ കണക്ക് പുസ്തകത്തില് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ഒഴുകിയ കണ്ണുനീരുണ്ട്. ആ കണക്ക് പുസ്തകത്തില് കൗശല്യാമ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന KT ജയകൃഷ്ണ മാസ്റ്ററുടെ അമ്മ ഒഴുകിയ അവരുടെ കണ്ണുനീർച്ചാലുകളുണ്ട്, അവരുടെ കണ്ണുനീരുണ്ട്. ഇതാ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയരായിട്ടുള്ള ബലിദാനികളുടെ കുടുംബക്കാർ ഒഴുകിയ കണ്ണുനീരുണ്ട്. ആ കണക്ക് പുസ്തകത്തിന് ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്, പൊന്നുതമ്പുരാൻ രാഹുൽ ഗാന്ധിയുടെ ചെരുപ്പഴിച്ച് തുടച്ചു കൊടുക്കാൻ കേരളത്തിൽ നിന്ന് ഇനി അരിവാചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് കിട്ടി ജയിച്ച് ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പാർലമെന്റിന്റെ ശ്രീകോവിലിൽ ഇരിക്കണ്ട എന്നുള്ള തീരുമാനം കേരളത്തിൽ അമ്മമാരെ കൊണ്ടെടുപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ പ്രവർത്തനം, അതുമായി ഞങ്ങളുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകും. കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഹിരണ്യകശിപു വ്യക്തികളെ കൊന്നു, കൊലപ്പെടുത്താൻ അവരുടെ സംഘടന അനുസ്യൂതം മുന്നോട്ട് പോയി. തിരുവനന്തപുരത്തെ രാജേഷ് ഉൾപ്പെടെ പെരിയമ്പലത്തും ഒരുപാട് കഥകൾ ഞാൻ പറയേണ്ട ആവശ്യകതയില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഈ കൊലപാതകങ്ങളെല്ലാം നിങ്ങൾ ചെയ്തതിന്റെ കൂട്ടത്തില് വിശ്വാസത്തെ കൊല ചെയ്യാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി തീരുമാനമെടുത്തു. വിശ്വാസമില്ലാത്തവർ, അമ്പലത്തിൽ പോകാത്തവർ, അമ്പലത്തിൽ നിന്ന് പൂജാതി ദ്രവ്യങ്ങൾ ഏത് കൈനീട്ടം വാങ്ങണം എന്നറിയാത്തവർ, ചന്ദനം എന്തിനാണ് തിരുനെറ്റിയിൽ തൊടുന്നത്, ചാർത്തുന്നത് എന്നറിയാത്തവർ, എന്താണ് ഈ രാജ്യത്തിന്റെ സനാതനമായിട്ടുള്ള മുദ്രകൾ എന്നറിയാത്തവർ, എന്തിനാണ് ഉപനിഷത്തും പുരാണങ്ങളും 18 പുരാണവും എന്നറിയാത്തവർ, എന്തിനാണ് ലോകം മുഴുവനുമുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായി ഭഗവത്ഗീത റിസർച്ച് ചെയ്യുന്ന ലോകത്ത് ഈ ഭാരതത്തിനകത്ത് ഭഗവത്ഗീത ഏതെങ്കിലും ഒരു കുട്ടി വായിച്ചു കഴിഞ്ഞാൽ ചാതുർവർണ്ണത്തിന്റെ വാർത്തുപുസ്തകമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ, അധിക്ഷേപിച്ചവർ, അങ്ങനെയുള്ള ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഈ വിശ്വാസികളല്ലാത്ത പാർട്ടിയുടെ നേതാക്കന്മാർ, അവർ വിശ്വാസത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ വിശ്വാസത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് എത്തിപ്പെട്ടപ്പോ അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായത്, ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായത്, അവർക്ക് അവസാനം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന് പിന്മാറ്റം നടത്തേണ്ടി വന്നു എങ്കിൽ അതിന് ഞങ്ങളെ എല്ലാം പ്രേരിപ്പിച്ചത് ഈ വീരന്മാരായിട്ടുള്ള ബലിദാനികൾ. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ BJPയിലോ അതല്ലെങ്കിൽ പ്രാദേശികമായി സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ ആരെങ്കിലും MLA ആകുമെന്നോ MP ആകുമെന്നോ മന്ത്രിയാകുമെന്നോ കരുതിയിട്ടല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളുടെ എല്ലാം പ്രവർത്തകർ നേതൃത്വം കൊടുത്തതെങ്കിൽ അവരിൽ പലരും പിടഞ്ഞു വീണ് മരിച്ച് ബലിദാനികളായിട്ടുണ്ടെങ്കിൽ അവർ വീര സവർക്കറുടെ പാരമ്പര്യത്തിന്റെ വക്താക്കളായിരുന്നു, അവർ ഭഗത് സിംഗിന്റെ പാരമ്പര്യത്തിന്റെ വക്താക്കളായിരുന്നു, അവർ ഝാൻസി റാണിയുടെ പാരമ്പര്യത്തിന്റെ വക്താക്കളായിരുന്നു, അവർ റാണി ചെന്നമ്മയുടെ പാരമ്പര്യത്തിന്റെ വക്താക്കളായിരുന്നു. അങ്ങനെയുള്ള വീരബലിദാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് യുവമോർച്ച നടത്തിയിട്ടുള്ള ഈ ബലിദാനികളുടെ വീടുകൾക്കകത്തു നിന്ന് അവരുടെ അമ്മയുടെയും സഹോദരിയുടെയും നാട്ടുകാരുടെയും വേദന ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള പരിപാടി അത് ഈ വേദിയിൽ എത്തിച്ചേർന്ന സമയത്ത്
ഒരുപക്ഷെ ദീർഘമായിട്ട് വളരെ കൂടുതൽ പ്രസംഗിക്കാൻ പോലും മാനസികമായി സാധിക്കാത്ത രീതിയിൽ ഇത് ഇനിയുള്ള നാളുകളിൽ, ഇനിയുള്ള നിമിഷങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയോടും സമരം പോലും സത്യസന്ധമായി നടത്താൻ അറിയാതെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ വീര ബലിദാനികളുടെ ഓർമ്മ നെഞ്ചേറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോ ഇതാ വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ കൗരവപ്പടയായി മറുഭാഗത്ത് അണിനിരക്കുക. ഒറ്റ ആവശ്യമേ നിങ്ങളോട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഉമ്മൻചാണ്ടിയും പിണറായിയും ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ നിൽക്കണം. ഞങ്ങൾ NDA എന്ന് പറയുന്ന ഒരു മുന്നണി മറുഭാഗത്തുണ്ടാകും. ഞങ്ങൾ ഈ വീരന്മാരായിട്ടുള്ള ബലിദാനികളുടെ സ്മരണ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോ പാർത്ഥനോടൊപ്പം കൃഷ്ണൻ അണിനിരക്കുന്നത് പോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കെട്ടെടുക്കാൻ നിങ്ങൾ വരുമ്പോൾ, കവർന്നെടുക്കാൻ നിങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കവർന്നെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത നമ്മളോടൊപ്പം ഉണ്ടാകും. അത് ഈ വീരന്മാരായിട്ടുള്ള ബലിദാനികളുടെ ഓർമ്മകളോടൊപ്പം ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യുവമോർച്ചയുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കിനി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരൊറ്റ സംസ്ഥാന സമ്മേളനം മാത്രം മതിയാകും. അതിന് നേതൃത്വം കൊടുക്കാൻ കഷ്ടപ്പെട്ട് വളരെയധികം ത്യാഗം സഹിച്ച് ഈ യുവമോർച്ചയുടെ സമരഭടന്മാർക്ക് പ്രകാശ് മുതൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാധ്യമായിട്ടുണ്ട് എന്ന് സൂചന നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഉണ്ടാകുമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സൂരജ്യോതോ കമൽ കിരേഗ, അതാണ് നമ്മുടെ മറ്റൊരു മുദ്രാവാക്യം. സൂര്യൻ ഉണ്ടെങ്കിൽ താമര വിരിയുമെന്നുള്ള ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രഖ്യാപനത്തെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് ഞാനും നിങ്ങളും തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ സൂര്യൻ ഉദിക്കും, അവിടെ താമര വിടരും. ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനകത്തിരിക്കുമ്പോ തൃശ്ശൂർ പേരൂരിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജയിച്ച് നമ്മുടെ നേതാവ് അവിടെ അധികാരത്തിന്റെ ശിരാകേന്ദ്രത്തിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോടൊപ്പം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ബലിദാനികളുടെ ഓർമ്മകളോടൊപ്പം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ഗോപിനാഥ്. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് യുവമോർച്ചയുടെ പതാക, കൊടിമര, ദീപ ബലിദാൻ ജ്യോതി യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രകാശ് ബാബു അവർ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. യുവമോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനും കേരളത്തിന്റെ പ്രഭാരിയുമായ ശ്രീ മുരുകാനന്ദ് ജി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ഈ കൊടിമര, പതാക ജാഥകളുടെയും ബലിദാൻ ജ്യോതിയുടെയും എല്ലാം ജാഥകൾ നയിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്, വന്ദേ മാതരം. യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വളണ്ടിയർമാര്, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട മറ്റെല്ലാ ആളുകളും പാറമേക്കാവ്, നമ്മുടെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന പാറമേക്കാവ് സ്കൂളിൽ വെച്ച് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യ സെഷനായിട്ടുള്ള സംസ്ഥാന ഭാരവാഹി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മുഴുവൻ ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ ഭക്ഷണത്തിനുള്ള വ്യവസ്ഥയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകും. സ്വർഗീയ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ വേലികുടീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വഹിച്ചുകൊണ്ടുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി KP അരുൺ മാസ്റ്റർ നയിച്ച പതാക ജാഥയും, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശമായ സംസ്ഥാന അധ്യക്ഷൻ KP പ്രകാശ് ബാബുച്ചേട്ടൻ നയിച്ച
ബലിദാൻ ജ്യോതിയാത്രയും, അതുപോലെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് കൊലക്കത്തിക്കെതിരെയായ ശ്രീകാര്യം രാജേഷേട്ടന്റെ വീട്ടിൽ നിന്ന് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രഞ്ജിത് ചന്ദ്രൻ നയിച്ച കൊടിമര ജാഥയും ഒക്കെ തന്നെ ഇന്ന് നമ്മളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളന വേദിയിൽ എത്തിയ ശേഷം നാളെ